നമസ്കാരം. നെന്മാറ ഇരട്ടക്കൊലപാതകത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധത്തിൽ കേസെടുത്ത പോലീസ് നടപടിയിൽ അമർഷം ശക്തമാകുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച കണ്ടാലറിയാവുന്ന 14 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും കവാടവും തകർത്തതിനാണ് കേസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം പ്രതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഉയർന്ന സ്വാഭാവിക പ്രതിഷേധമായിരുന്നു ഇത്. എന്നാൽ ഇതിനെയാണ് പോലീസ് ഗൗരവത്തോടെ കണ്ട് നാട്ടുകാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രദേശവാസികളിൽ കടുത്ത അമർഷമുണ്ട്. പ്രതി ചെന്താമരയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ രോഷപ്രകടനം. പ്രതിഷേധം അക്രമാസക്തമായതോടെ നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. അതേസമയം തുടർന്ന് ചെന്താമരയെ പുലർച്ചെയോടെ ആലത്തൂർ DYSP ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ ഫോറൻസിക് വിദഗ്ധരുമായി പോലീസ് എത്തിയപ്പോഴും നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രതിയെ വെറുതെ വിടരുതെന്നും പുറത്തിറക്കരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജാമ്യത്തിൽ വിട്ടാൽ പോലീസായിരിക്കും ഇനിയുള്ള കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയെന്നും ആരോപിച്ചു. പ്രതികരണങ്ങൾക്ക് മുതിരാതെ പോലീസ് ഒഴിഞ്ഞുമാറി. ചെന്താമരയെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോഴും വലിയ ജനക്കൂട്ടം കോടതി വളപ്പിലുണ്ടായിരുന്നു. വൻ പോലീസ് സന്നാഹത്തോടെ 4:30-യോടെയാണ് ഇയാളെ കോടതിയിൽ എത്തിച്ചത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷത്തിലാണ് പ്രതി. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല നടത്തുന്നതിന് കൊടുവാൾ വാങ്ങിയിരുന്നു. മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ്. ചെന്താമര പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര നിലവിൽ റിമാൻഡിലാണ്. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് കാലാവധി. തുടർന്ന് പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നിന്നത്. തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്ന് ചെന്താമര കോടതിയോട് ആവശ്യപ്പെട്ടു. 100 വർഷം വരെ ശിക്ഷിച്ചോളൂ എന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും പരിക്കുകളൊന്നുമില്ലെന്നും പരാതിയില്ലെന്നും ചെന്താമര വ്യക്തമാക്കിയിരുന്നു. മകളുടെയും മരുമകന്റെ മുന്നിൽ തല കാണിക്കാൻ പറ്റില്ലെന്നും ചെന്താമര കോടതിയെ അറിയിച്ചു. മകൾ എഞ്ചിനീയറാണെന്നും മകൻ ക്രൈംബ്രാഞ്ചിലാണെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞിരുന്നു. ചെന്താമരയുടെ വീട്ടിൽ പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെ ആലത്തൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 2 പേരെ കൊന്ന ശേഷം തിരിച്ച് തന്റെ വീട്ടിലെത്തി കൊടുവാൾ സൂക്ഷിച്ച് പുറകിലെ കമ്പിവേലി മറികടന്ന് കാട്ടിലേക്ക് പോയെന്നാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇട്ടിരുന്ന വസ്ത്രം തന്നെ ധരിച്ചാണ് കാട്ടിലേക്ക് ഓടിയത്. എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പോലീസ് പിടികൂടിയതിനാൽ ഇട്ടിരുന്ന ഷർട്ട് വീട്ടിൽ അഴിച്ചു വെപ്പിച്ച് മറ്റൊരു ഷർട്ട് ധരിപ്പിച്ചാണ് പോലീസ് കൊണ്ടുപോയത്. കാട്ടിലേക്ക് പോകാനായി കമ്പിവേലി മറികടക്കുന്നതിനിടെ ദേഹത്ത് ചെറിയ മുറിപ്പാടുണ്ടായതായി ചെന്താമര പറഞ്ഞു. ഈ മൊഴി പരിശോധിക്കാനാണ് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തിയത്. ഷർട്ടിലെയും കമ്പിവേലിയിലെയും രക്തക്കറ പരിശോധിച്ചു. ചെന്താമരയുടെ ചെരുപ്പുകളും വീടിന്റെ അകവും പരിശോധിച്ചു. നേരത്തെ കൃത്യം നടത്താനായി ചെന്താമര ഉപയോഗിച്ച എലവഞ്ചേരിയിലെ പണിശാലയിൽ നിന്നും വാങ്ങിയ കൊടുവാൾ പോലീസ് കണ്ടെത്തിയിരുന്നു. കൊടുവാളിലെ കൈപ്പിടിക്ക് നീളം കൂട്ടുന്നതിനായി പ്രത്യേക രീതിയിൽ പണിയിച്ചു വാങ്ങി. മരപ്പിടിയിട്ട് കൊടുവാൾ ബലപ്പെടുത്തി സൂക്ഷിച്ചിരുന്നു. ഇതുപയോഗിച്ചാണ് കൃത്യം നടത്തിയത്. വിഷക്കുപ്പിയും വീട്ടിലുണ്ടായിരുന്നു. ഇവയെല്ലാം നേരത്തെ പോലീസ് കണ്ടെടുത്തിരുന്നു. കൊലപാതകം നടന്ന് 36 മണിക്കൂറിലാണ് ചെന്താമര പിടിയിലാകുന്നത്. വൈകുന്നേരം മാട്ടായിൽ ചെന്താമരയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ചെന്താമരയ്ക്കായി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ പിടിയിലായതും. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും അയൽവാസിയായി ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു. സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. തൊട്ടു പിന്നാലെ ശബ്ദം കെട്ടിറങ്ങി വന്ന മീനാക്ഷിയും ചെന്താമര വെട്ടി. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മീനാക്ഷിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.